പാലക്കാട് നഗരസഭയിൽ വലിയ പ്രതിപക്ഷ ബഹളം. അവിടെ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ NSSന് ഭൂമി നൽകുന്നു എന്നാരോപിച്ചാണ് ഒരു പ്രതിഷേധം. ജാതി മതിൽ വേണ്ട എന്ന പ്ലക്കാർഡൊക്കെ ഉയർത്തിയാണ് പൊതുശ്മശാനത്തിൽ ജാതി ധരിച്ച് മതിൽ കെട്ടാൻ അനുവദിച്ചു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് നമ്മൾ ഈ കാണുന്നത്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട്. ഗൂഗിളെ, ഇത് എങ്ങനെയാണ് ഈ പൊതു ശ്മശാനത്തിൽ ഒരു സമുദായ സംഘടനയ്ക്ക് എന്ത് ചുമതലയോ അല്ലെങ്കിൽ അർഹതയാണ് അതിനുള്ളത്? എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അതായത് കഴിഞ്ഞ കൗൺസിലാണ് NSSന് പൊതുശ്മശാനത്തിന്റെ ഒരു ഭാഗം ഏകദേശം 20 സെന്റ് സ്ഥലം മതിൽ കെട്ടിത്തിരിക്കാൻ അനുമതി നൽകിയത്. അത് NSSന്റെ ചെലവിൽ അവർ മതിൽ കെട്ടിത്തിരിക്കണം എന്നുള്ളതായിരുന്നു. ഇതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം പിന്നീട് ഉയർന്നത്. അന്ന് തന്നെ അത് വാർത്തകൾ വന്നിരുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പാലക്കാട് നഗരസഭ പിന്നീട് പിന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ പൊതുശ്മശാനത്തിന് ഇത്തരത്തിൽ ജാതി മതിലുകൾ അനുവദിക്കില്ല, ശരിയല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെയും CPM കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം പാലക്കാട് നഗരസഭ അകത്ത് നടക്കുന്നത്. ഈ നഗരസഭ കൂടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു പ്രമേയം, ഈ ജാതി മതിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രമേയം കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. NSSന് ഒരു ശ്മശാനം വേണമെങ്കിൽ അവർ പണം കൊടുത്ത് സ്ഥലം വാങ്ങി ശ്മശാനമായി ഉപയോഗിക്കണം. അല്ലാതെ പൊതു ശ്മശാനത്തിൽ എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് വേലി തിരിച്ച് ഇത് ഞങ്ങളുടെ ഭാഗം, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമായ എല്ലാ സംഘടനകളും വന്നാൽ എന്ത് ചെയ്യും? ഇത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം ഈ നഗരസഭ എടുത്തത്? തീർച്ചയായും നഗരസഭ അതിൽ നൽകിയ ഒരു വിശദീകരണം, ഇത് NSS ഇങ്ങനെ മതിൽ കെട്ടിത്തിരിക്കുന്നെങ്കിലും അവിടെ എല്ലാ വിഭാഗക്കാർക്കും ഇത്തരത്തിൽ സംസ്കാര ക്രിയകൾ നടത്താൻ അനുവാദം ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് പൊതുശ്മശാനത്തിന്റെ ഭൂമി സർക്കാർ ഭൂമിയാണ്, അത് പഞ്ചായത്തിന് കീഴിലുള്ള ഭൂമിയാണ്. അവിടെ എങ്ങനെയാണ് പഞ്ചായത്തിന് അനുമതി ഇല്ലാതെ ഇവർക്ക് മതിൽ കെട്ടാൻ കഴിയുന്നത്? ഇത് നഗരസഭ അനുമതി നൽകിയത് നിയമവിരുദ്ധമാണെന്ന് നേരത്തെ തന്നെ അത് പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് നഗരസഭ പിന്നീട് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഇതിലൊരു വളരെ വിഷമകരമായ കാര്യം, ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വാഭാവികമായും NSSന് നൽകുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനത്തിൽ ഒരു പൊതു ശ്മശാനത്തിൽ അതെല്ലാ ജാതി മാത്രമല്ല എല്ലാ മതവിഭാഗക്കാർക്കും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിലുണ്ട്. ഒരു പൊതുസ്ഥലത്ത് അത് എല്ലാവരുടെയുമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ്. കാരണം അത്തരത്തിൽ ഓരോ വിഭാഗക്കാരും മതിൽ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ പൊതു ശ്മശാനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നതില്ല. അതിനുശേഷം പല ജാതി സംഘടനകളും NSSന് നൽകിയപ്പോഴുള്ള അനുവാദം തങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ് നഗരസഭയിലേക്ക് എത്തുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഒന്നിത് ആവശ്യപ്പെടുന്നതിലെ ഔചിത്യക്കുറവ്, രണ്ടിത് അനുവദിച്ചു നൽകുന്നതിലെ ഔചിത്യക്കുറവ്, ഇത് രണ്ടും എങ്ങനെയാണ് അംഗീകരിക്കപ്പെട്ടു പോയത്? തീർച്ചയായും ഇത് അംഗീകരിക്കപ്പെട്ടില്ല മാധവ്. അതിനെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഈ ഒരു നഗരസഭ കൗൺസിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ഇതിലൊരു നമ്മളൊരു വിചിത്രമായൊരു കാര്യം അല്ലെങ്കിൽ ഉള്ളത്, ഇത് ചർച്ചയ്ക്കെടുത്ത സമയത്ത് ഏകകണ്ഠമായാണ് ഈ ഒരു പ്രമേയം പാസ്സായതെന്നാണെന്ന് നഗരസഭ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ ഇത് ചർച്ചയ്ക്കെടുത്ത സമയത്ത് നഗരസഭയിൽ ഇത്തരത്തിലുള്ളൊരു ബഹളമോ പ്രതിഷേധമോ ഒന്നും നമ്മൾ കണ്ടില്ല. പിന്നീട് ഇത് വാർത്തയായപ്പോഴാണ് ഇതൊരു പ്രതിഷേധം ആയതും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ ഇതിനെടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. ഇത് വാർത്തയായതിന്റെ പിന്നാലെ തന്നെ നഗരസഭ ഈ തീരുമാനത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി തന്നെ പിന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ വാർത്തയായില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷം ഇതിന് ഓക്കെ ആയിരുന്നോ ഗൂഗിളെ? സ്വാഭാവികമായി നമുക്ക് അങ്ങനെ വേണം കരുതാം. കാരണം അങ്ങനെയല്ലെങ്കിൽ ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലൊരു പ്രതിഷേധം ഉണ്ടാകേണ്ടതല്ല. അങ്ങനെയുള്ള ഒരു പ്രതിഷേധമൊന്നും നമ്മൾ നഗരസഭയിൽ കണ്ടില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായതായും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല നഗരസഭ പറഞ്ഞത് ഏകകണ്ഠമായാണ് ഇത് പാസ്സാക്കിയതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം സ്വാഭാവികമായും അവിടെയുണ്ട്. ഇത് വാർത്തയാകുന്നത് എപ്പോഴാണ് ഇത്തരത്തിലൊരു ഈ സംഭവം, ഈ ഒരു കാര്യം പിന്നീട് ഈ പ്രമേയം പുറത്തു വരികയും ഇതിലെ പല പ്രശ്നങ്ങളും, മനുഷ്യാവകാശ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ തുല്യനീതിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രമാണ് പിന്നീട് ഇതൊരു ഈ തീരുമാനത്തിൽ നിന്ന് നഗരസഭ പിന്നോട്ട് പോയത്. ഇത് പിന്നീട് മരിച്ചാലെങ്കിലും മനുഷ്യർക്കിടയിൽ മതിലുകൾ ഇല്ലാതാകും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുമല്ല എന്ന് വാശി പിടിക്കുകയാണ് ചില. എന്തായാലും നഗരസഭയും കൊള്ളാം, പ്രതിപക്ഷവും കൊള്ളാം. വാർത്തയായപ്പോഴെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആരെ കാണിക്കാനാണ്? അവനവനില്ലാത്ത പ്രതിഷേധം ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ?
എങ്ങനെയാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്നും അത് അംഗീകരിച്ചു കൊടുത്തതെന്നും അത്ഭുതമെന്നേ പറയാൻ കഴിയൂ.